ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് പൗലോസ്ലീഹ ഓരോ ലേഖനവും എഴുതി തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി യാത്രയിലും പ്രോഗ്രാമുകളിലും ആയതുകൊണ്ട് TV ഒത്തിരി കാണാനോ പത്രം ഒത്തിരി വായിക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ഫേസ്ബുക്കും വാട്സപ്പും നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഒരു വൈദികനെ ചുറ്റിപ്പറ്റി കാണാനിടയായി. വയനാട് ജില്ലയിലെ അല്ലെങ്കിൽ മാനന്തവാടി രൂപതയിലെ ഒരു വൈദികനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഈ ഒരുപാട് കളിയാക്കി കുറ്റപ്പെടുത്തി എഴുതിയവര് അല്ലെങ്കിൽ ട്രോളിങ് ഇതിങ്ങനെ ചെയ്തവരെ നോക്കുമ്പോൾ ഒരു പ്രത്യേക മതത്തെ മാത്രം പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ കണ്ടത് കുറ്റപ്പെടുത്തുന്നത് കളിയാക്കുന്നത് മുസ്ലിമീങ്ങളായ എൻ്റെ കൂട്ടുകാരാണ്. പിന്നെ ഞാൻ കണ്ടത് ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അപഖ്യാതികൾ ഇങ്ങനെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. വളരെ റെയറായിട്ടാണ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ ഹിന്ദുക്കൾ അതിനെ കുറ്റപ്പെടുത്തി കണ്ടത്. അന്നും ഇന്നും 2000 വർഷം മുമ്പ് ഹിന്ദുയിസം ഇന്ത്യയിൽ വന്നപ്പോഴും 1400 വർഷം മുമ്പ് ഇസ്ലാം ഇന്ത്യയിൽ വന്നപ്പോഴും രണ്ട് കരം കൊണ്ട് ഈ രണ്ട് ഫോറിൻ മതങ്ങളെയും സ്വീകരിച്ച ഇന്ത്യ ഇന്നും അല്പം മാന്യത സൂക്ഷിക്കുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരുപാട് മോശമായ കമന്റുകളും എഴുത്തും റെക്കോർഡുകളും കണ്ടപ്പോൾ എൻ്റെ മനസ്സൊരുപാട് വേദനിച്ചു. ഇന്നലെ വൈകുന്നേരം പാലായിലുള്ള നിത്യസഹായ മാതാവിൻ്റെ ദേവാലയം ഉണ്ടല്ലോ, ലാളം പള്ളിയിലെ അൾത്താരയിൽ ഒരു 5 വൈദികരോട് ചേർന്ന് ഞാനവിടെ നിന്ന് മുട്ടയിലിരുന്ന് ദൈവസന്നിധിയിൽ സെക്രാരിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ശക്തമായ പ്രേരണ അനുസരിച്ചാണ് ഇപ്പോൾ ഈ ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ വൈദികനെ ചുറ്റിപ്പറ്റി ഏറ്റവും അധികം കളിയാക്കി എഴുതുകയും പ്രചരിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ വായിക്കുന്നു. മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ ഒരായത്ത് വായിക്കുന്നു. അത് 5-ാം അധ്യായത്തിന്റെ 82-ാമത്തെ വാക്യമാണ്. അതിന്റെ മലയാളം ഞാൻ ആദ്യം വായിക്കാം. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുന്നു. ജനങ്ങളിൽ സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ യഹൂദരും ബഹുദൈവാരാധകരുമാണ് എന്ന് തീർച്ചയായും നിനക്ക് കാണാം. പല ദൈവങ്ങൾ ആരാധിക്കുന്നവരും യഹൂദരും മുസ്ലിമീങ്ങളുടെ വലിയ ശത്രുക്കളാണെന്ന് വ്യക്തം. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ളവർ എന്നും നിനക്ക് കാണാം. അപ്പൊ ലോകത്തിൽ ആരൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു അവരെല്ലാം മുസ്ലിമീങ്ങളോട് നല്ല സൗഹൃദത്തിൽ നിനക്ക് കാണാമെന്ന് അള്ളാഹു മുഹമ്മദ് നബിയോട് പറഞ്ഞതായിട്ട് ഖുർആൻ. എന്തുകൊണ്ട് ഇങ്ങനെ ക്രിസ്ത്യാനികൾ നല്ലവരാണ്? ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം. അവരിൽ പുരോഹിതന്മാരും സന്യാസികളും ഉണ്ടെന്നും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നതുമാണ് ഇതിന് കാരണം. എൻ്റെ സകല സുഹൃത്തുക്കളും മുസ്ലിമീങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണേ. ഓരോ ക്രിസ്ത്യാനിയും ബഹുമാനത്തിന് അർഹനാകുന്നത് എപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസികളോട് ക്രിസ്ത്യാനികൾ സ്നേഹമുള്ളവരാണ്, കാരണം അവരിൽ മതപുരോഹിതന്മാരും മതസന്യാസികളും ഉണ്ട്. അവർ അഹങ്കാരം ഇല്ലാത്തവരാണ്. അപ്പം പുരോഹിതന്മാർക്കും സന്യാസികൾക്കും പ്രത്യേക ഒരു സ്ഥാനവും ബഹുമാനവും ഖുർആൻ ഇവിടെ കൽപ്പിച്ചിരിക്കുക. അഫ്കോഴ്സ് ഖുർആൻ പൗരോഹിത്യത്തിനോ അല്ലെങ്കിൽ സന്യാസത്തിനോ എതിര് നിൽക്കുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഖുർആൻ പറയുന്ന അവരിൽ പുരോഹിതനും സന്യാസിമാരും ഉള്ളതുകൊണ്ടും അവർ അഹങ്കാരമില്ലാത്തവരായതുകൊണ്ടും ക്രിസ്ത്യാനികളാണ് വിശ്വസിച്ച മുസ്ലിമീങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവർ എന്ന്. അപ്പോ എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിമീങ്ങളോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ഒരു ലക്ഷക്കണക്കിന് വൈദികരിൽ 1-2 പേരിൽ ഒരു തെറ്റ് കണ്ടു എന്നതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കേണ്ടെന്നോ അവരെ ന്യായീകരിക്കണമോ എന്നല്ല, മറിച്ച് ലോകത്തിലുള്ള സകല വൈദികരെയും കളിയാക്കി കുറ്റപ്പെടുത്തി എഴുതുമ്പോൾ മനസാക്ഷിയോടൊന്ന് ചോദിക്കണേ, ഇതിന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കണേ, നിന്റെ പരിശുദ്ധ ഖുർആൻ നിന്നെ അതിന് അനുവദിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. 2, എനിക്ക് പറയാനുള്ളത് എൻ്റെ ക്രിസ്ത്യാനികളായ എൻ്റെ സഹവിശ്വാസികളോടാണ്. യേശുവിന്റെ രക്തശരീരം ഒരേ കാസയിൽ നിന്നും പിലാസയിൽ നിന്നും ഭക്ഷിക്കുന്ന നമ്മളെല്ലാം അറിയണം, ഈ പുരോഹിതരുണ്ടാകുന്നത് വേറെ ഏതോ ഒരു ഗാലക്സിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവുന്നതല്ല, നമ്മളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി പുരോഹിതനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ അറിഞ്ഞോ അറിയാതെ കുറ്റപ്പെടുത്തുന്നത് അവന്റെ സ്വന്തം കുടുംബത്തെയാണ്. ഈ പുരോഹിതരും വന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മാറ്റങ്ങൾ അനിവാര്യമായി മാറുന്നത് നമ്മളുടെ കുടുംബത്തിലാണ്.
മൂന്നാമത് എൻ്റെ വന്യ വൈദികരോടാണ്. അത് പ്രത്യേകിച്ച് പറയാൻ ഞാൻ ആളല്ലെങ്കിലും ക്ഷമിക്കുമെന്ന ബോധ്യത്തോടെ, എൻ്റെ കടമ എന്ന തിരിച്ചറിവോടെ ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. 3 കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, സ്ഥാനമാനത്തിനോടുള്ള ആർത്തി. ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിന് കൊതിക്കുന്ന ആൾക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടി വരും. 2, പണത്തോടുള്ള ആർത്തി. അപ്പോൾ സ്ഥാനമാനം ആഗ്രഹിക്കുകയും അതോടുകൂടെ സാമ്പത്തികമായ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്താൽ സുഖലോലുപത നമ്മളിൽ വന്നുപെടും. സുഖലോലുപത എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കാർ, ഏറ്റവും നല്ല മൊബൈൽ, ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല പൊസിഷൻ, ഏറ്റവും നല്ല ഭക്ഷണം, അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ത്രീ സംബന്ധമായ ലൈംഗികമായ അരാജകത്വത്തിലേക്കും നമ്മൾ നയിക്കപ്പെടും. അപ്പോൾ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ ഇതൊക്കെ. ഏറ്റവും പ്രധാനമായ 3 കാര്യങ്ങൾ: സ്ഥാനമാനങ്ങളിലുള്ള ആർത്തി, സമ്പത്ത് ശേഖരിക്കാൻ, അതുമൂലം സുഖലോലുപതയിലേക്ക് നീങ്ങുന്ന അവസ്ഥ. ഇത് 3ഉം നമ്മളും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഇതൊന്ന് ചുരുക്കി പറയുന്നു. മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ 5:82 അനുസരിച്ച് നമുക്ക് വൈദികരെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. ക്രിസ്ത്യാനികൾ, വൈദികർ നമ്മളുടെ കുടുംബത്തിലാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൂന്നാമത് വന്യ വൈദികർ. ഈ 3 കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഇന്നും എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് ഞാനൊന്ന് തുറന്നു പറഞ്ഞോട്ടെ, സ്വന്തം മാതാപിതാക്കളും ഒരു വൈദികനും നിന്നാൽ വൈദികനെ ബഹുമാനിച്ചതിന് ശേഷം മാതാപിതാക്കളെ ബഹുമാനിക്കാൻ മാത്രം തിരിച്ചറിവോടുകൂടെ വൈദികനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളോടും പറയട്ടെ. അത് ഇന്ന സഭയിലെന്നല്ല, ഞാൻ കത്തോലിക്കരോട് മാത്രമല്ല, മാർത്തോമ, യാക്കോബിറ്റ്സ്, ഓർത്തഡോക്സ് അല്ലെങ്കിൽ മറ്റ് ഇൻഡിപെൻഡന്റ് സഭകളിലുള്ള പാസ്റ്റർമാര്, സകല ശുശ്രൂഷകരോടുമായി പറയുന്നു, ദൈവരാജ്യത്തിന് കളങ്കം വരാത്ത തരത്തിൽ ജീവിക്കാൻ നമുക്ക് ദൈവം കൃപ തരാനായി നമ്മൾ ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം ഒരിക്കൽ കൂടെ നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.